ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. ഇപ്പൊ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ SSLCയിലെ മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കടക്കുകയാണ്. ഈ ഭാഗത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ അകത്തുനിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കണം. ആ മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ആ മെത്തേഡിന്റെ പേരാണ് എന്താണ്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. അപ്പൊ ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പഠിക്കുന്നതിന് മുമ്പേ ഇത് എന്റേതായ ഒരു ക്ലൂ ആണ് മക്കളെ. എന്താണ്? ഗു പ വര കൂക്കു. എന്താണ്? ഗു പ വര കൂക്കു. ഈ ഗു പ വര കൂക്കു എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഇതാണ് ഞാൻ എഴുതുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 224. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇത് സാധാരണ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് എന്ത്? സ്ക്വയർ കംപ്ലീറ്റ്. ഇനി ഇതിന്റെ അന്ന് എന്താണ് ഈ ഗു പ വര കൂക്കു? ഇത് എന്റേതായ ഒരു ക്ലൂ ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഗു പ വര കൂക്കു 2-3 തവണ എന്ന് പറയുമ്പോൾ അത് നിലയിലും കയറിക്കും. ഇതാണ് നിങ്ങളുടെ എന്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. മക്കളെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ് അല്ലെ. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ എക്സ് ആണ് നമുക്ക്. അപ്പൊ നിങ്ങൾ ഓർക്കണം, എക്സിന്റെ ഗുപവര ഗു. എന്തിന്റെ ഗുപവര ഗുക്കാണ്? എക്സിന്റെ ഗുപവര ഗു. എക്സിന്റെ ഗു എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള, എക്സ് സ്ക്വയറിന്റെ അല്ല, എക്സിന്റെ കൂടെയുള്ള. ഇവിടെ എക്സിന്റെ കൂടെ ആരാ ഉള്ളത്? 2. അപ്പൊ എക്സിന്റെ ഗുണോത്തരം എന്തായിരിക്കും? 2. പകുതി എന്ന് പറഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. പകുതി എന്ന് പറഞ്ഞാൽ ഈ 2ന്റെ പകുതിയാണ്. നമ്മൾ 2ന്റെ പകുതി എത്ര? 1. ഇനി y എന്ന് പറഞ്ഞാൽ വർഗമാണ്. വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലെ. അപ്പൊ ഈ 1ന്റെ വർഗം എത്രയാണ്? 1. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ എക്സിന്റെ ഗുണോത്തരം, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ്. നോക്കിക്കേ, ഇവിടെ എത്രയാണ്? 2. ആ 2ആണ് ഈ എഴുതിയിരിക്കുന്നത്. 2. 2ന്റെ പകുതി 1. പ എന്ന് പറഞ്ഞാൽ പകുതി. പിന്നെ ഈ 1ന്റെ y എന്ന് പറഞ്ഞാൽ വർഗം. ഇനി ഈ വർഗം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? 2 സൈഡിലും കൂട്ടുക. അതാണ് രാക്കൂക്കു എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് 2x. 2 സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? 2 സൈഡ് ഈ ഈക്വൽ ടുവിന്റെ 2 സൈഡ്. അതായത് ഇവിടെയും 1 കൂട്ടണം, 224 പ്ലസ് 1 ഇവിടെയും കൂട്ടണം. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് ക്ലിയർ ആവും. നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട. ഞാൻ ഈ പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നിങ്ങളെ കാണിക്കും. ഏത് മെത്തേഡ് വെച്ച്? നമ്മളിപ്പോ പഠിച്ച എന്ത്? ഗുപവര കൂക്കു എന്ന് പറയുന്ന മെത്തേഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ ഫുൾ പ്രോബ്ലം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു മെത്തേഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ച് ഞാൻ ഇപ്പൊ ചെയ്ത ആ പ്രോബ്ലം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 224. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ല, കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, വേരിയബിളിന്റെ മാക്സിമം പവർ. ഇവിടെയും വേരിയബിൾ എക്സ് ആണ്, ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. ഇവിടുത്തെ വേരിയബിളിന്റെ പവർ എത്രയാണ്? 2. ഇവിടുത്തെ വേരിയബിളിന്റെ പവർ ഇല്ലെങ്കിൽ അതെന്താണ്? 1. അപ്പൊ ഇതെന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പൊ പഠിച്ച മെത്തേഡാണ് എന്തുവാ? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഗുപവര കൂക്കു എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കും. ആ ഷോർട്ടായിട്ട് നമ്മൾ പഠിച്ച സാധനം നിങ്ങൾ എന്ത് ചെയ്യുക? മാർജിനിൽ വേണം എഴുതാൻ. കാരണം ഇത് നമ്മുടേതായ ക്ലൂ ആണ്. നമുക്ക് ആൻസർ കിട്ടാണ് നമ്മുടെ. അപ്പൊ ഞാൻ അത് മാർജിനോട്ട് എഴുതി. എന്തിന്റെ ഗുപവര കൂക്കു എഴുതേണ്ടത്? എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? എക്സ്. അപ്പൊ സൈഡിലോട്ട് മാറ്റി എക്സിന്റെ ഗുപവര കൂക്കു. എക്സിന്റെ ഗു എത്ര ഇവിടെ? എക്സിന്റെ ഗുണോത്തരം അല്ലെ. എക്സിന്റെ ഗു ഇവിടെ എത്രയാണ്? 2. അപ്പൊ ഈ ഗുണോത്തരത്തിന്റെ താഴെ 2. പ എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി. 2ന്റെ പകുതി 1. വർഗം എത്രയാണ്? ഈ 1ന്റെ വർഗം എന്ത് തന്നെ? 1. ഈ 1 ആണ് ആദ്യം നമ്മൾ 2 സൈഡിലും കൂട്ടണം. നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇത് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ ആ 1 എടുത്ത് ഞാൻ 2 സൈഡിലും കൂട്ടാൻ പോവാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എന്താണ്? നമ്മുടെ 1 ഈസ് ഈക്വൽ ടു അപ്പുറവും കൂട്ടാണ് 224 പ്ലസ് 1. സിമ്പിൾ അല്ലേ? അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 224 1 225. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾ നോക്കണ്ട, വർഗം 2 സൈഡിലും കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വർഗത്തിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട? മൈൻഡ് ചെയ്യേണ്ട, അവനെ മറന്നേക്ക്. പിന്നെ ആരേ ഉള്ളൂ നമുക്ക്? നമ്മുടെ ഈ പകുതിയേ ഉള്ളൂ. എന്ന് ആലോചിക്കണം. ഓക്കെ, പിന്നീട് നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വേരിയബിൾ എന്താണ്? എക്സ്. ആ എക്സ് അങ്ങോട്ട് എഴുതുക. ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും പ്ലസ് ഇടാം. ഇനി നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? നമ്മുടെ എന്താണ്? പകുതിയായ 1 ദ ഹോൾ സ്ക്വയർ. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത് A+B ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമാണ്. ഇത് നിങ്ങൾ തിരിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഇതേ കിട്ടുള്ളൂ. അതിനുവേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യണം.
നമുക്ക് കാര്യം പെട്ടെന്ന് ചെയ്യണം, അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം, 225. ഈ സ്ക്വയർ ഈക്വലിന് അപ്പുറം പോകുമ്പോൾ x+1 ഈസ് ഈക്വൽ ടു സ്ക്വയർ ഈക്വലിന് അപ്പുറം പോകുമ്പോൾ √225. ഇതൊക്കെ ഞാൻ ഇന്നലെ പഠിപ്പിച്ചില്ല, കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ പഠിപ്പിച്ചതാണ്. അതായത് x+1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 225 റൂട്ട് എത്ര, 15. x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 15. ഈ +1 ഈക്വലിന് അപ്പുറം പോകുമ്പോൾ -1. x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 14. വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ഈ ഒരു മെത്തേഡ് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലവും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം നമുക്ക് നമ്മുടെ ഗുബവര കുക്കു എന്ന് പറയുന്ന 2nd ഡിഗ്രിയിലെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ച് ഒന്ന് ക്രാക്ക് ചെയ്യാം. ഞാൻ ആദ്യമേ ഒന്നുകൂടെ പറയാം, ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ അർത്ഥം മനസ്സിലാക്കി ചെയ്യണം. അർത്ഥം വളരെ ഇമ്പോർട്ടന്റ്, മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്രാക്ക്. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ച് നല്ല രീതിയിൽ അർത്ഥം മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ 1 ഈസ് ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഗേവ് 289 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ. അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ ഒരുപാടുണ്ട്, 2, 4, 6 ഇതെല്ലാം അടുത്തടുത്തിട്ട്. അങ്ങനെ നമുക്ക് പലതായിട്ട് എടുക്കാൻ പറ്റത്തില്ല അല്ലേ. 2, 4, 6 മാത്രമല്ല അടുത്തടുത്ത് ഇരട്ട സംഖ്യ ഒരുപാടുണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഫസ്റ്റ് നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കാം. എല്ലാവർക്കും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എക്സ് ആയിട്ട് എടുക്കാം. സെക്കൻഡ് നമ്പർ തൊട്ടടുത്ത് ഈവൻ നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 2ന്റെ കൂടെ എന്ത് ചെയ്യണം മക്കളെ, 2 കൂട്ടണം. അല്ലെങ്കിൽ ഈ എക്സിന് 2ന്റെ കൂടെ അല്ല, ഈ എക്സിന്റെ കൂടെ എന്ത് കൂട്ടണം, 2 കൂട്ടണം. അപ്പൊ തൊട്ടടുത്ത് ഈവൻ നമ്പർ കിട്ടി. ഇനി അടുത്ത നിങ്ങൾ സെന്റൻസ് വായിച്ചു നോക്കേണ്ടത്, പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഗുണനഫലം. എന്തിന്റെ ഗുണനഫലം? ഈ 2 സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ, 1 ആഡ് എന്ന് ചെയ്തപ്പോൾ, അപ്പൊ ഞാൻ എഴുതാം, അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എഴുതാം, പ്രൊഡക്റ്റിന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ഗേവ് 289. ഇത്രയും മനസ്സിലായെങ്കിൽ കണക്ക് തീർന്നെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് മനസ്സിലാവും. ഇനി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2ന്റെയും ഗുണനഫലം അല്ലെ, എക്സിന്റെ x+2ന്റെയും ഗുണനഫലം. ഇത് നിങ്ങൾ നോക്കിയേ, പ്രൊഡക്റ്റിന് നേരെ താഴെ ഞാൻ x+2 + 1 ഈസ് ഈക്വൽ ടു 289. ഇനി പാടൊന്നുമില്ല, എക്സ് അകത്തോട്ട് കൊടുക്കുമ്പോൾ x × x x² പ്ലസ് x2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2x പ്ലസ് എന്താണ് 1 ഈസ് ഈക്വൽ ടു 289. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടാവേണ്ട യാതൊരു കാരണമില്ല, വളരെ സിമ്പിൾ അല്ലെ. അപ്പൊ ഇനി ഇങ്ങോട്ട് നോക്കുക, ഈ +1നെ നമുക്ക് ഈക്വലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. കാരണം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേരിയബിൾസ് മാത്രം നിർത്തുക, റൈറ്റിലോട്ട് നമ്പർ മാത്രം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x² പ്ലസ് 2x ഈസ് ഈക്വൽ ടു 289 മൈനസ് 1, ദാറ്റ് x² പ്ലസ് 2x ഈസ് ഈക്വൽ ടു 288. ഇതെന്താണ് ഈ കിടക്കുന്ന, എന്താണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു 2nd ഡിഗ്രി ഇക്വേഷൻ അല്ലേ. ഈ 2nd ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മളിപ്പോ പഠിച്ച മെത്തേഡ് എന്താണ്, ഗുബവര കുക്കു. എന്തിന്റെ ഗുബവര കുക്കു ഒന്നുകൂടെ പറയാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എക്സ് ആണ്. therefore നമുക്ക് സൈഡിലോട്ട് മാറ്റി നമ്മുടെ മാർജിനിലോട്ട് മാറ്റി നമുക്ക് എക്സിന്റെ ഗുബവര കുക്കു. എക്സിന്റെ ഗുണോത്തരം ഇവിടെ എത്രയാണ്, 2. അപ്പൊ ഈ ഗുണോത്തരം 2. പകുതി എത്രയാണ്, 2ന്റെ പകുതി 1. 1ന്റെ വർഗം എത്രയാണ്, 1. ഈ 1 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൂട്ടണം. അപ്പൊ ഈ 1 എടുത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലോട്ടൊന്ന് കൂട്ടാം. അപ്പൊ എന്ത് വരും, x² പ്ലസ് 2x പ്ലസ് ഈ 1 കൂട്ടാൻ പോവാം. 1 ഈസ് ഈക്വൽ ടുവിന് അപ്പുറം എന്തുണ്ട്, 288 പ്ലസ് 1. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x² പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു എത്രയാണ്, 289. ഇനി പാടൊന്നുമില്ല, ഇനി എന്ത് ചെയ്താൽ മതി, അപ്പൊ വർഗം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വർഗത്തിനെ അങ്ങ് മറന്നു കളയണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, വർഗത്തിനെ അങ്ങ് വെട്ടിക്കളയുക. ഇനി എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, എക്സ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ് എല്ലായിടവും പ്ലസ് ആണ് അല്ലെ, ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും പ്ലസ് ഇടാം. ഇനി എന്തേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, പകുതിയായ 1, പിന്നെ ഒരു സ്ക്വയർ ഇടുക, ഈസ് ഈക്വൽ ടു എത്രയാണ്, 289. ഇത് നേരെ തിരിച്ച് ചെയ്താലും നമുക്ക് ഇത് തന്നെ കിട്ടും, a+b ഹോൾ സ്ക്വയർ ചെയ്താൽ ഇത് തന്നെ കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി നമ്മൾ എന്താണ്, ഇത്രയും നാളും ഇല്ല, 9ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും എല്ലാം പഠിച്ചു. ഈ സ്ക്വയർ ഈക്വലിന് അപ്പുറത്തോട്ട് വരാൻ നേരം, ഈക്വലിന്റെ റൈറ്റിലോട്ട് പോകാൻ നേരം എന്ത് പറ്റും, റൂട്ട് ആവും. മിച്ചം ഇവിടെ എന്ത് മാത്രം, x+1 ഈസ് ഈക്വൽ ടു √289. ദാറ്റ് ഈസ് x+1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, √289ന്റെ വാല്യൂ എത്രയാണ്, √200. അത് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം കേട്ടോ. √289ന്റെ വാല്യൂ 17 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു 17 +1 അപ്പുറം -1, ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 16.
അപ്പൊ എക്സ് 16 ആണെങ്കിൽ എക്സ് എന്ത് കിട്ടി 16 ആണെങ്കിൽ x+2 എത്ര ആയിരിക്കും? തൊട്ടടുത്ത് ഈവൻ നമ്പർ എത്ര ആയിരിക്കും? 18 ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രോബ്ലം, അതായത് സ്ക്വയർ കംപ്ലീഷൻ്റെ അകത്ത് ആദ്യത്തെ പ്രോബ്ലം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആണ്. നന്നായിട്ട് പഠിക്കുക, കൂടുതൽ പ്രോബ്ലം ചെയ്തു നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ഒഴികെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ്, അതെല്ലാം നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കും. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടും. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അറിയാലോ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ ആകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ക്ലാസ് കൊണ്ടുപോവുക. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. തരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്നെ പറഞ്ഞു തരുന്നത് കൃത്യമായ ഒരു ബുക്കിൻ്റെ അകത്ത് എഴുതി വെക്കുക, അത് എഴുതി പഠിക്കുക. കണക്ക് ഒരു കാരണവശാലും നിങ്ങൾ വായിച്ചു പഠിക്കില്ല, അത് തലയിലോട്ട് കയറില്ല. അത് എഴുതി പഠിക്കുക. 2 തവണ 3 തവണ ഒന്ന് എഴുതി നോക്കുമ്പോൾ അതങ്ങ് തറവാവും. നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പരിചയപ്പെട്ടു നോക്കാം. നോക്കുക, എന്താണ് മക്കളെ, ഇവിടെ അതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് നോക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ തന്നെ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, 9 added to the product of 2 consecutive multiple of 6. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 6ന്റെ അടുത്തടുത്ത ഗുണിതങ്ങൾ. 6ന്റെ അടുത്തടുത്ത ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടല്ലോ, 6, 12. 6ന്റെ ഗുണനപ്പട്ടികയിലുള്ള എല്ലാ 6ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം, ഞാൻ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുക്കാം. സെക്കൻഡ് നമ്പർ അപ്പൊ എന്തായിട്ട് എടുക്കാം? സെക്കൻഡ് നമ്പർ നമുക്ക് എന്തായിട്ട് എടുക്കാം? 6ന്റെ ഗുണിതം ആയതുകൊണ്ട് x+6 ആയിരിക്കും അല്ലേ? ഇനി അവർ പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് 2 9 ആഡഡ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് 2. അപ്പൊ നേരത്തെ പോലെ തന്നെ പ്രൊഡക്റ്റിന്റെ കൂടെ നിങ്ങൾ കൂടെ പറയണം 9 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 9 ആഡ് ചെയ്തപ്പോൾ ഗേവ് 729 കിട്ടി. ഇനി പാടൊന്നുമില്ല, നേരത്തെ കണക്ക് ചെയ്ത പോലെ അങ്ങ് ചെയ്തു. എങ്ങനെയാണ് പറ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? x ഇൻറ്റു x+6, അതിന്റെ കൂടെ 9 കൂട്ടി ഈക്വൽ ടു എത്ര കിട്ടി? 729 കിട്ടി. നോക്കിയാൽ എക്സ് അകത്തോട്ട് കൊടുക്കുമ്പോൾ x ഇൻറ്റു എക്സ് x² പ്ലസ് x ഇൻറ്റു 6 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 729. ഈ പ്ലസ് 9 ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? -9. അപ്പൊ എന്ത് കിട്ടി? x² പ്ലസ് 6x ഈസ് ഈക്വൽ ടു 729 മൈനസ് 9. ദാറ്റ് ഈസ് ഈക്വൽ ടു x² പ്ലസ് 6x ഈസ് ഈക്വൽ ടു 720. നിങ്ങൾ നോക്കുക, ഇത് എന്താണ് ഈ കിടക്കണേ? ഇതല്ലേ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതിന്റെ അകത്ത് വേരിയബിൾ എന്താണ്? എക്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം? സൈഡിലോട്ട് മാറ്റി നമ്മുടെ മാർജിനോട്ട് മാറ്റി നമുക്ക് എന്ത് എഴുതാം? എക്സിന്റെ അല്ലേ? എക്സിന്റെ ഗുണോത്തരം ഇവിടെ നോക്ക്. എക്സിന്റെ ഗുണോത്തരം 6. 6ന്റെ പകുതി എത്ര? 3. 3ന്റെ വർഗ്ഗം എത്ര? 9. ഈ 9 ആണ് നമ്മൾ രണ്ട് സൈഡിലും കൂട്ടുക. അതായത് രാക്കൂക്ക് രണ്ട് സൈഡിലും കൂട്ടുക. തല കയറിയല്ലോ എല്ലാവരും അല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ ക്ലാസ് എല്ലാവർക്കും? സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണേ, കേട്ടല്ലോ? എങ്കിലും ഞാൻ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എനേബിൾ ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് ഈ 9 എടുത്ത് രണ്ട് സൈഡിലും, അപ്പൊ എന്ത് x² പ്ലസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 729 പ്ലസ് എത്രയാണ്? 9. ആ സ്റ്റെപ്പ് കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കി എടുത്തോണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റെപ്പ് ഒന്നുകൂടെ എഴുതരാം. എന്താണ് മക്കളെ? ആ സ്റ്റെപ്പ് മാത്രം ഞാൻ ഒന്നുകൂടെ എഴുതരാം. എന്താണ് നിങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞേ, എന്താണ് നമ്മുടെ സ്റ്റെപ്പ്? എന്താണ് നിങ്ങൾ നോക്കിയേ? x² പ്ലസ് 6x, ഇനി എന്ത് ചെയ്യാൻ? ആഡ് ചെയ്യണം ഈ 9. 9 ഈസ് ഈക്വൽ ടു 729 പ്ലസ് 9. സെറ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു x² പ്ലസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 729 പ്ലസ് 9 അല്ലേ? 720 പ്ലസ് 9. 720 പ്ലസ് 9 എത്രയാണ്? 729. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ വർഗം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വർഗം ഉണ്ടോ അവിടെ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ്. അതുകൊണ്ട് എക്സ് എഴുതി. എല്ലായിടവും പ്ലസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് ഇട്ട്. ഇനി നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? പകുതിയായ 3 എഴുതി. ദ ഹോൾ സ്ക്വയർ ഇട്ട് 729. ഈ സ്ക്വയർ ഇനി പാടൊന്നും ഇല്ലല്ലോ, ഇനി നിങ്ങൾ തന്നെ ചെയ്ത് കാണും ഇപ്പോൾ ഉത്തരം അല്ലെ? ഈ സ്ക്വയർ ഈക്വൽ അപ്പുറം പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. ദാറ്റ് x+3 ഈസ് ഈക്വൽ ടു എത്ര? ആ റൂട്ട് 729. ദാറ്റ് x+3 ഈസ് ഈക്വൽ ടു എത്ര? റൂട്ട് 729 വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. റൂട്ട് 729 വാല്യൂ എത്രയാണ്? 29 ആയതുകൊണ്ട് 7. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 27 -3. x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 24.
അപ്പൊ ആദ്യത്തെ 6ന്റെ ഗുണിതം എത്ര കിട്ടി? 6ന്റെ ഗുണിതം ആദ്യത്തെ 6ന്റെ ഗുണിതം എത്ര കിട്ടി? 24 എന്നും കിട്ടി. രണ്ടാമത്തെ 6ന്റെ ഗുണിതം കിട്ടാൻ 24ന്റെ കൂടെ എന്ത് കൂട്ടണം? 6 കൂട്ടുമ്പോ എത്ര കിട്ടി? 30 കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക, പുറകിലോട്ട് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കി പഠിച്ചാൽ അത് ക്ലിയർ ആവും. ഇത് ക്ലിയർ ആയാലുള്ള ഗുണം ഈ ചാപ്റ്റർ ഫുള്ള് നിങ്ങൾക്ക് ക്ലിയർ ആവും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഈ ചാപ്റ്റർ തീർത്തതിന് ശേഷം ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അടുത്ത ഭാഗത്തിലോട്ട്